വിട്. പാറു, എനിക്ക് പോണം. എനിക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട. എനിക്ക് ഈ വീട്ടിൽ നിന്ന് പ്രാണം പിടിക്കും. പാറു, പാറു, ഞാൻ പറയുന്നേക്ക്. പാറു, ഇവിടേക്ക് ഞാൻ പറയട്ടെ. ദൈവം ഞാൻ പറയുന്നൊന്ന് കേക്ക്. പാറു ഒന്ന് ചിന്തിച്ചു നോക്കി. പാറു ഡോക്ടറിനെ സ്നേഹിക്കുന്നവരും അമ്മാവരോട് പറയാൻ വേണ്ടിട്ടല്ലേ നമ്മൾ അങ്ങോട്ട് ചെന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. എന്നിട്ട് എന്താ അവിടെ സംഭവിച്ചതെന്ന് പാറുവിനറിയില്ലേ? പാറു ഒന്ന് ചിന്തിച്ചു നോക്ക്. പാറു കണ്ടതല്ലേ അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് പാറു കണ്ടതല്ലേ? എല്ലാരും കൂടെ നിർബന്ധിച്ചിട്ടല്ലേ പാറുവിനെ കതിർ മണ്ഡപത്തിൽ കൊണ്ടിരുത്തിയത്? അത് ഞാൻ പറഞ്ഞിട്ടാണോ? എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും ആരെങ്കിലും അനുവദിച്ചോ? എല്ലാരും കൂടെ തല്ലിക്കൊല്ലാനല്ലേ നോക്കിയത്? എല്ലാം കൈവിട്ടുപോയി. നമ്മൾ രണ്ടും ഒളിച്ചോടിയെന്ന അവിടെ എല്ലാരും വിശ്വസിച്ചു. എല്ലാരും നമ്മൾ കുറ്റക്കാരാക്കിയില്ല. അതല്ലേ പാറു അവിടെ സംഭവിച്ചത്. പാറുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്റെ തെറ്റ് തന്നെ. ഞാൻ ചെയ്ത ആ തെറ്റിന് എന്റെ പിള്ളേരനുഭവിക്കണം. അവരുടെ ജീവിതം നശിപ്പിക്കണം. പാറു, നാട്ടുകാരുടെ കണ്ണില് നീ ഇപ്പോ ഈ വീട്ടിലെ മരുമകളാ. ഈ രാത്രി നീ ഇവിടെ ഇറങ്ങിപ്പോയാ അത് ഈ കുടുംബത്തിന് ചീത്ത വരാം. എന്റെ പെങ്ങന്മാരുടെ ഭാവി അത് ബാധിക്കും. അതുകൊണ്ടാ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ കെഞ്ചുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിമാരുടെ ജീവിതം വലുതാണല്ലേ? അനിയത്തിമാരെ പോലെ തന്നെ ഞാനൊരു പെണ്ണാ. അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തെ? നിങ്ങളുടെ അനിയത്തിയുടെ കഴുത്തില് ഇതേപോലെ ഒരാൾ താലി കെട്ടിയിട്ട് അവളോട് അഭിനയിക്കാൻ പറഞ്ഞ നിങ്ങൾ അത് അംഗീകരിക്കോ? ഉത്തരല്ല അല്ലേ? എനിക്ക് പാറുവിനെ പോലെ സംസാരിക്കാൻ അറിയില്ല. അതിനുള്ള പഠിപ്പും വിവരവും എനിക്കില്ല. പക്ഷെ ആരെയും പറ്റിക്കണമെന്നോ മുതലെടുക്കണമെന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. പിന്നെ ആരെങ്കിലും വിഷമിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും. കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച പ്രയാസവും വേദനയൊക്കെ എനിക്ക് ഓർമ്മ വരും.